സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ IDS എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ ചൈൽഡ് ഡയറക്റ്റഡ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പിള്ളേരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്, കുഞ്ഞു പിള്ളേരോട് നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറയില്ലേ, കൊഞ്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുന്ന, ഇൻഫൻസിനോട് സംസാരിക്കുന്ന രീതിക്കാണ് ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സ് പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ലാംഗ്വേജ് പഠിക്കാനുമുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ചൈൽഡ് ഡയറക്റ്റഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പം 5 months തൊട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ടോൺ വെച്ചിട്ട് അവർ ഇമോഷണലി റെസ്പോൺസീവ് ആകുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 4 മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് അത് സന്തോഷമായിട്ടും, നമ്മൾ നമ്മളുടെ സംസാരത്തിൻ്റെ ഇമോഷണൽ കണ്ടൻറ്റ് വെച്ച് അവർ റെസ്പോൺസീവ് ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുന്നത്, അമ്മയുടെ പ്രൊനൗൺസിയേഷനിലെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ, ഞാനൊരു കാര്യത്തെ എന്താ പറയുക എംഫസൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒച്ച വരും, അപ്പോൾ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ വരും. ഇതെല്ലാം ആ കുട്ടികൾ, അതായത് ഏത് വാക്കിനാണ് ഇപ്പം ഞാൻ ബൗ ബൗ എന്ന് പറയുമ്പോൾ ബാ, ആ കൊച്ച് ഫെമിലറൈസ്ഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ ഏത് വാക്കിന് സ്ട്രെസ് ചെയ്ത് പറയുന്നു ആ വാക്കുകൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ആ ഫോണിമിക് സൗണ്ട്സ് പിള്ളേർ പെട്ടെന്ന് പഠിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ വാക്കുകൾ, അതായത് അമ്മ ഏത് വാക്കാണോ പറയുന്നത്, അമ്മ ഫ്രീക്വൻ്റ് ആയിട്ട് എന്താണോ പറയുന്നത് അത് പിള്ളേർ പഠിക്കും. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ ദ ഷോർട്ട് സിമ്പിൾ ഫ്രേസസ് ലീഡിങ് അപ്പ് ടു എന്നാണ്. അപ്പം കുഞ്ഞി അമ്മയുടെ വാക്കുകളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിള്ളേർ പിക്ക് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ടോഡ്ലേഴ്സ് ഫസ്റ്റ്, അപ്പം ഈ പിള്ളേർ മെയിനായിട്ട് അവർ ആദ്യമായിട്ട് പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അമ്മ, അല്ലെങ്കിൽ അമ്മ എന്നല്ല, ആരാണോ അവരുടെ അടുത്ത് ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ചിൽ സംസാരിക്കുന്നത് അതിനകത്ത് പറയുന്ന വാക്കായിരിക്കും കൊച്ചിൻ്റെ ഫസ്റ്റ് വേർഡോ ഫ്രേസുമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മിസ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കുട്ടിയുടെ ഭാഷ പഠിക്കുന്നതിന് മുൻപ് ആ കൊച്ച് അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടി സംസാരിക്കാൻ റെഡി ആവുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഗെറ്റിംഗ് റെഡി ടു ടോക്കാണ് ഫസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് പിള്ളേർ ആദ്യമായിട്ട് അവർ സംസാരിക്കാൻ, ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് അവർ തുടങ്ങും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹെഡിങ്ങാണ് റിസെപ്റ്റിവിറ്റി ടു ലാംഗ്വേജ് പറയണത്. നമ്മൾ നമ്മുടെ പിച്ച് അനുസരിച്ചും നമ്മുടെ വോയിസ് മോഡുലേഷൻ വെച്ചും ഒക്കെ പിള്ളേർക്ക് ലാംഗ്വേജിനോടൊരു ഇനീഷ്യൽ റെസെപ്റ്റിവിറ്റി ഉണ്ട്. എസ്പെഷ്യലി അത് അമ്മയുടെ ഒച്ചയോടായിരിക്കും. കാരണം എന്താണ്, അമ്മയുടെ വയറ്റിൽ കിടന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഫൈൻ ഡിസ്റ്റിങ്ഷൻ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഫോണിംസ്നായിട്ട് നേറ്റീവ് ലാംഗ്വേജിനോടായിരിക്കും കൊച്ചിന് എപ്പോഴും ഒരു എന്താ പറയുന്നത് ഒരു താല്പര്യം. കാരണം എന്താ, നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നതാണ് ഫോണിംസ് ആയിരിക്കും കുട്ടികൾ ആദ്യം പഠിക്കുന്നത്. അതാണല്ലോ സ്മോളസ്റ്റ് സൗണ്ട്സ് ആണ് അവർ പഠിക്കുന്നത്, അതും നേറ്റീവ് ലാംഗ്വേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു കഴിവുണ്ട്, കാറ്റഗോറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലത്തെ ഫോണിംസ് അല്ലെങ്കിൽ ശബ്ദങ്ങളെ കാറ്റഗറൈസ് ചെയ്യാനുള്ളൊരു കഴിവ് കുട്ടികൾക്കുണ്ട്. ഈ കാറ്റഗറിക്കൽ പെർസെപ്ഷനെ എന്താ പറയുക, നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് ഒരേപോലത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ പെർസെപ്ഷൻ നടത്താനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിന് തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത്, ഇതൊക്കെ കുറേ പോയിൻറ്റ്സ് മിസ് പറയുന്നുണ്ടെങ്കിലും ഇത് എസ്സേ ക്വസ്റ്റൻ ആയതുകൊണ്ട് 5 മാർക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇനി ടെക്സ്റ്റ് വായിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇത് കേൾക്കുമ്പോൾ എഴുതിയും കൂടെ എടുക്കുവാണെങ്കിൽ എന്തൊക്കെ എഴുതണം, എക്സാമിന് എന്തൊക്കെ എഴുതണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും എഴുതിയാലേ ഉള്ളൂ നിങ്ങൾക്കത് വലിച്ചു നീട്ടുമ്പോൾ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തതാണ് യങ് ഇൻഫൻസ് ആർ സെൻസിറ്റീവ് ടു എ മച്ച് വൈഡർ റേഞ്ച് ഓഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാറ്റഗറിക്കൽ പെർസെപ്ഷൻ ഉണ്ടെന്നും കാറ്റഗറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ ഉണ്ടെന്നും കാറ്റഗറിക്കൽ പെർസെപ്ഷൻ ഉണ്ടെന്നും അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി ശബ്ദങ്ങൾ അവർ സെൻസിറ്റീവ് ആണെന്നും അതിൽ തന്നെ അർത്ഥമുള്ള കാര്യങ്ങളായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് അവർക്കൊരു വിഷ്വൽ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് അവർക്ക് ലാംഗ്വേജിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുമെന്നുമാണ് പറയുന്നത്. അതിൽ തന്നെ പിള്ളേർ ഇപ്പോൾ ബൈലിംഗ്വൽ 2 ഭാഷ പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഈ ലിംഗ്വൽ ഡിസ്ക്രിമിനേഷൻ അവർക്ക് നടക്കും. പക്ഷെ അതിന് പുറത്തുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു കുട്ടികൾക്ക് ലാംഗ്വേജ് റെഗുലാരിറ്റീസ്, അതായത് അതായത് ഫെമിലറൈസ് ചെയ്തിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കാനുള്ളൊരു കഴിവും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും കുട്ടികൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഇൻഫൻസ് ക്യാൻ ബിഗിൻ ആൻഡ് ഇപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും എവിടെയാണ് വാക്കുകൾ വരുന്നതെന്നും ഒക്കെ അവർക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് കുട്ടികൾ എങ്ങനെയാണ് ഇവർക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ അവർക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ ദേ ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസേഴ്സ് ആണ് അവർ. കാരണം എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ടാണല്ലോ അവർക്കത് മനസ്സിലാവുന്നത്. പിന്നെ അവർ റൂൾ ലേണേഴ്സാണ്, അവർക്ക് പാറ്റേൺസ് അവർക്ക് മനസ്സിലാകും. ഇത്രയാണ് ഈ പറഞ്ഞ ഓരോ പോയിൻറ്റും വെച്ച് നിങ്ങളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോഴാണ് പ്രീ ലിംഗ്വിസ്റ്റിക്കിലെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് അഡൽട്ട് സ്പീച്ച് ടു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അഡൽട്ട് സംസാരിക്കുന്നത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ് IDSഉം CDSഉം നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു അവർ നമ്മുടെ അതായത് അവർക്ക് നമ്മുടെ ഭാഷയിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലെ ഇമോഷൻ വരെ അവർക്ക് റെസ്പോൺസീവ് ആകുമെന്നും നമ്മുടെ എക്സാജറേറ്റഡ് പ്രൊണൗൺസിയേഷൻ അവർക്ക് വാക്കുകൾ പഠിക്കാനും ഒക്കെ സഹായിക്കുമെന്നും വോട്ട് വി സ്പീക്ക് ഈസ് യൂഷ്വലി ദ ഫസ്റ്റ് വേർഡ് ദേ യൂഷ്വലി ടോക്ക് വെൻ ദേ ആർ ഏബിൾ ടു ടോക്ക്. അപ്പോൾ അവർക്ക് നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കും കൊച്ച് ആദ്യം അവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫസ്റ്റ് സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പിള്ളേർ ആദ്യമായിട്ടുള്ള സൗണ്ട്സ് ഉണ്ടാക്കുന്നത് വവൽ സൗണ്ട്സ് ആണ്. കൂയിങ് എന്ന് പറയും, ഓ അതാണ് അവർ ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ പിള്ളേരെ ഇരിക്കുന്നതാണല്ലോ ഇങ്ങനെ കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് കൂയിങ് എന്ന് പറയുന്നത്. ആ വവൽ സൗണ്ടിൻ്റെ വവൽ ലൈക്ക് നോയ്സിൻ്റെ കൂട്ടത്തിൽ ഒരു കൺസോണൻസ്, വവൽസ് അല്ലാത്ത ആൽഫബറ്റ്സിന് പറയുന്ന പേരാണ് കൺസോണൻസ്. അത് ആഡ് ചെയ്യുമ്പോഴാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ബാ 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 നാ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കൺസോണൻസും വവലും കൂടെ കൂടുന്നുള്ള അതിനെ നമ്മളാണ് ബാബ്ലിംഗ് എന്ന് പറയും. ആദ്യത്തേതാണ് കൂയിങ്, രണ്ടാമത്തേതാണ് ബാബ്ലിംഗ്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നതാണ് ഈ കൂയിങ്ങും ബാബ്ലിങ്ങും കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അവർ ഭാഷ കേൾക്കണം, നമ്മൾ ലാംഗ്വേജ് അവരോട് സംസാരിക്കണം. അതാണ് IDSൻ്റെ റെലവൻസ്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ചിൻ്റെ റെലവൻസ്. അതാണ് കുട്ടികളോട് വർത്തമാനം പറയുന്ന കുട്ടികൾ, എന്നുവെച്ചാൽ പേരൻസ് കുട്ടികളോട് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ പെട്ടെന്ന് ഭാഷ പഠിക്കും. കാരണം എന്താണ്, അപ്പനും അമ്മയും പറയുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ അത് അപ്പം ഡെഫായിട്ടുള്ള കുട്ടികളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അതാണ്. ഈ സ്റ്റേജ് കഴിയുമ്പോഴത്തേനുമാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാത്തത്. കാരണം എന്താ, അവരത് കേൾക്കാത്തത് കൊണ്ട്. മനസ്സിലായോ? അപ്പം ഈ സെൻസറി പീരീഡ് ഞാൻ പറഞ്ഞു, വിത്തിൻ ആ പീരീഡിൽ ഒരു കൊച്ചിൻ്റെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡാണ് സെൻസറി പീരീഡ്. ഫസ്റ്റ് 3 years ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 years ആണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ കുട്ടികളോട് ഒത്തിരി സംസാരിക്കുകയും കഥ വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരെന്ത് ചെയ്യും, ഭാഷ പെട്ടെന്ന് പഠിക്കും. അല്ലെങ്കിൽ ദേ വിൽ ബി അവരെന്താ പറയുന്നത്, ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അവർ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ് കാണിക്കും. ഇതിൽ കേൾക്കാത്ത കൊണ്ടാണ് ഡെഫ് കുട്ടികൾ എന്ത് ചെയ്തത്, ലാംഗ്വേജ് പ്രൊഡക്ഷൻ ഇല്ലാതെ വരുന്നത്. അടുത്തതാണ്, അപ്പം ആദ്യത്തേത് എങ്ങനെയാണ് അവരുടെ പ്രോസസ്സ്. ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൂയിങ് ആയിരിക്കും, രണ്ടാമത്തേത് ബാബ്ലിംഗ് ആയിരിക്കും. പിന്നെ ഹൗ ദേ ബിക്കം എ കമ്മ്യൂണിക്കേറ്റർ, അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് കുറച്ച് കോൺവെർസേഷണൽ ബിഹേവിയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കും. ദേ ഇനീഷ്യേറ്റ് ഇൻട്രാക്ഷൻ ത്രൂ ഐ കോണ്ടാക്ട് ആൻഡ് അവർക്ക് വേണ്ടാന്നുള്ളപ്പോൾ അവർ നമ്മളെ നോക്കത്തില്ല. സോ അവരുടെ ഫസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ, അതായത് കോൺവെർസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് അല്ല യൂസ് ചെയ്യുന്നത്, ബട്ട് സർട്ടൻ തിങ്സ് ആണ് അവർ. നമ്മൾ പറയില്ലേ എപ്പോഴും വെർബൽ ലാംഗ്വേജ് തന്നെ ആവണമെന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം ഇവിടെ പറയുന്നത് ഈ ഐ കോണ്ടാക്റ്റിലേക്ക് നമ്മളുമായിട്ട് കുട്ടികൾ വെക്കുന്ന ഐ കോണ്ടാക്റ്റാണ് അവരുടെ ഫസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ്
3 to 4 months ആകുമ്പം നമ്മൾ നോക്കുന്നിടത്തേക്ക് അതേ ഡിറക്ഷനിൽ കൊച്ചു നോക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുന്ന ഇൻഫൻറ്റ് സ്റ്റാർട്ട് ടു ഗെയ്സ് ഇൻ ദ സെയിം ജനറൽ ഡിറക്ഷൻ അഡൽട്ട്സ് ആർ ലുക്കിംഗ്. നമ്മൾ നോക്കുന്നതിലേക്ക് അവർ നോക്കുമെന്നും 10 തൊട്ട് 11 മാസം ആകുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് നമ്മൾ എങ്ങോട്ടാണോ നോക്കുന്നത് അങ്ങോട്ട് നോക്കാൻ പിള്ളേർ പഠിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ പറയുന്നത് they realize that others focus provides. അപ്പം നമ്മൾ എങ്ങോട്ടാണോ നോക്കുന്നത് അതിനകത്ത് എന്തോ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പിള്ളേർക്ക് മനസ്സിലാവും എന്നാണ് പറയുക. ഇപ്പം നമ്മൾ ദേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ട, നമ്മൾ ഇങ്ങനെ കണ്ണും കൊണ്ട് നമ്മൾ ആ പിള്ളേർ പോകുന്നത്. ഞാനിപ്പോൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ കണ്ണിങ്ങനെ ഒരു കൊച്ചിനെ നിങ്ങൾ നോക്കിയിട്ട് ദേ നോക്കി അവിടെയാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേനും ഈ നമ്മുടെ കണ്ണ് പോകുന്ന അനുസരിച്ച് ഈ കൊച്ചും അങ്ങോട്ട് നോക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷനിൽ നിന്നും അവരുടെ നോട്ടത്തിൽ നിന്നും അവർക്ക് കുറച്ച് എന്താ പറയുന്നത് ആ ഒബ്ജക്റ്റിനെ കുറിച്ചും അതിൻ്റെ പേരെന്താണെന്നും ഒക്കെ കുറേ ഐഡിയാസ് കിട്ടും ഇല്ലേ, നമ്മൾ കൊടുക്കുന്ന ആക്ഷനിൽ നിന്നും ഒക്കെ. നോക്കിയതേ ഒരു ബൗബൗ എന്ന് പറയുമ്പോൾ ചിരിച്ചോണ്ടോ, നോക്കി മോക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എക്സ്പ്രഷനൊക്കെ വരുമ്പോഴാണ് അവർക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നും ഒക്കെ പിള്ളേർ പഠിക്കുന്നത്. സോ ഇൻ ദി 12-month-old ലുക്ക് വേർ ആൻ അഡൽട്ട് ഈസ് ലുക്കിംഗ്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരുടെ ഫസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ്? നോട്ടം, ഐ കോണ്ടാക്റ്റ് ആണ്. അതിൽ തന്നെ ഓൾഡർ ദ ചിൽഡ്രൻ ബിക്കംസ് ദ മോർ പ്രിസൈസ് ആൻഡ് എന്താ പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും അവരുടെ ഗേസിങ്, അവരുടെ നോട്ടം. ആദ്യം ഈ നോട്ടമാണ് അവർക്ക് ബേസിക്കായിട്ട് ആ ഒബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നും ഒക്കെയുള്ള ബേസിക് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു തരുന്നത്. ആൻഡ് 12 to 14 months ആകുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? നമ്മൾ നോക്കുന്നിടത്തേക്ക് നോക്കാൻ, അതായത് 1 വയസ്സാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് വേറെ അതിൻ്റെയൊക്കെ തടയൊന്നും ഇല്ലെങ്കിൽ, ചില ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന അതേ സ്ഥലത്തേക്ക് നോക്കാൻ അവർ പഠിക്കും. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഇത്, അതങ്ങ് പറഞ്ഞു വന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ജോയിൻ്റ് അറ്റൻഷൻ എന്നൊരു കോൺസെപ്റ്റ്. ജോയിൻ്റ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ് അറ്റൻഡ്സ് ടു ദ സെയിം ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ആസ് ദ കെയർ ഗീവർ ഹു ഓഫൻ ലേബൽസ് ഇറ്റ്. അപ്പം ഒന്നിച്ച് അവർ എന്താ പറയുന്നത്, ഞാൻ പറയുന്നിടത്തേക്ക് ആ പിള്ളേർ നോക്കാൻ പഠിക്കുമ്പം അതാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദേ നോക്കി അവിടെ ഒരു ബൗബൗ ഉണ്ടെന്ന് പറയുമ്പം കൊച്ചങ്ങോട്ട് നോക്കുമ്പോൾ കൊച്ചെന്താ ചെയ്യുന്നത്? ഓക്കെ, ദിസ് ഈസ് ബൗബൗ ആൻഡ് ബൗബൗവിൻ്റെ പ്രോപ്പർട്ടി എന്താ. അപ്പം ഒന്നിച്ച് എൻ്റെ ഒപ്പം എൻ്റെ കൊച്ച് ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുമ്പോൾ ദാറ്റ് ഷോസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ജോയിൻ്റ് അറ്റൻഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒന്നിച്ച് കുട്ടിയും നമ്മളും ഒരേ ഡിറക്ഷനിലേക്ക്, ദ ചൈൽഡ് അറ്റൻഡ്സ് ടു ദ സെയിം ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ആസ് ദ കെയർ ഗീവർ ഹു ഓഫൻ ലേബൽസ് ഇറ്റ്. അപ്പം ഞാൻ ദേ ബൗബൗ എന്ന് പറയുമ്പോൾ കൊച്ചും ഞാനും ഒരുമിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൊച്ച് ബൗബൗ എന്നുള്ള വാക്ക് പഠിച്ചു. ഓക്കെ, അപ്പോൾ ജോയിൻ്റ് അറ്റൻഷനാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൊച്ചിന് ആ വാക്ക് ദേ നിൻ്റെ പപ്പ വരുന്നു എന്ന് പറയുമ്പോൾ കൊച്ച് ആ ഡിറക്ഷനിലേക്ക് നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നു, ഓക്കെ ദിസ് ഈസ് പപ്പ ആൻഡ് അതിനെ വിളിക്കേണ്ട പേര് പപ്പ എന്നാണ്. ഓക്കെ, അതാണ് ജോയിൻ്റ് അറ്റൻഷൻ. ഇൻഫൻസ് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറയണത് ദ സസ്റ്റെയിൻ അറ്റൻഷൻ ലോങ്ങർ, അതായത് എത്ര നേരം കുട്ടികൾക്ക് അതിൽ നോക്കിയിരിക്കാൻ പറ്റുന്നോ അത്രയും എളുപ്പമായിട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ വെച്ചാൽ അവർക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ചക്ക വീണ് മുയൽ ചാവുന്ന പോലെയല്ല, മറിച്ച് ദേ ബൗബൗ എന്ന് പറഞ്ഞ് കൊച്ച് ആ പട്ടീനെ നോക്കി ഓക്കെ അത് ആ പട്ടീനെ കണ്ട് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ ആ പട്ടീനെ കുറച്ച് നേരം കൂടെ നോക്കിയിരിക്കുമ്പം അപ്പം ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ദ മോർ ടൈം ഓർ മോർ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ദ ചൈൽഡ് ഷോസ് കോംപ്രിഹെൻഷൻ, അത് മനസ്സിലാക്കാൻ ആ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അതിന് കൊടുക്കുന്ന ജസ്റ്റേഴ്സും വാക്കുകൾ പഠിച്ചതും, അതായത് ടോട്ടൽ അവരുടെ ഡെവലപ്മെൻറ്റ് കൂടും. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. ജോയിൻ്റ് അറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം സമ്മറി എന്താ? കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ജസ്റ്റേഴ്സ് ഇട്ടും, ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടും വാക്കുകൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോഴാണ് അവരത് പഠിക്കത്തുള്ളൂ. അടുത്തത്, ഈ ജോയിൻ അറ്റൻഷൻ ഫസ്റ്റ് ഇയറിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ് കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ with the adult through which they can figure out the meaning of the adult verbal labels. അപ്പം
നമ്മൾ പറഞ്ഞ് അവർ നമ്മളെ എങ്ങോട്ടാണോ കാണിക്കുന്നത് അല്ലെ എന്താണോ പറയുന്നത് അങ്ങോട്ടേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഈ പറയുന്ന, അതായത് പേരൻ്റ് അല്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് അവരും കൊച്ചും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയെന്നും അവർ തമ്മിലൊരു കോമൺ ഗ്രൗണ്ട് നമ്മളറിയില്ലേ, ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ കൊച്ചിനും കൊച്ചു പറയുന്നത് എനിക്കും, അതായത് കൊച്ചു നോക്കുന്നത് എനിക്ക് മനസ്സിലാകും കൊച്ചു എന്തിനെയാണ് നോക്കുന്നതെന്നും ഞാൻ എന്താണ് പറയുന്നതെന്ന് എൻ്റെ കൊച്ചിനും മനസ്സിലാകും. അതാണ് കോമൺ ഗ്രൗണ്ട്. ദേ ആർ എസ്റ്റാബ്ലിഷ്. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കും. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഒളിച്ചേ കണ്ടേ കളിയൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു ടോയ് കൊടുക്കുന്നു, പിന്നെ അത് എടുക്കുന്നു. ഇതുപോലെയുള്ളപ്പോൾ ഒളിച്ചേ കണ്ട കളിയുടെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ലാംഗ്വേജ്. ഒളിച്ചേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കാണിക്കും. അപ്പോൾ കൊച്ചിന് മനസ്സിലാകും എന്താണ്, ഓക്കെ ഇങ്ങനെ കണ്ണ് പൊത്തുന്നതാണ് ഒളിച്ചേ. അപ്പോൾ കൊച്ചു പഠിക്കും അത് ഒളിച്ചേ. അത് കഴിഞ്ഞ് കണ്ണെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓക്കെ കണ്ടേ. അങ്ങനെയല്ലേ നമ്മൾ വാക്കുകൾ പഠിക്കുന്നത്. സോ ഇങ്ങനെ ഇപ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എത്തുന്നതിനാണ് കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ PK എന്ന് പറഞ്ഞാൽ ഒളിച്ചേ കണ്ടേ കളി. ഓക്കെ, അപ്പം ഇങ്ങനത്തെയുള്ള കളികളിലൂടെയാണ് ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ളൊരു കോമൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ദ മോർ നിയറസ്റ്റ് പേഴ്സൺ അമ്മയായതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കോമൺ ഗ്രൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത് സഹായിക്കും. ആദ്യം കുട്ടി ഒരു അമ്യൂസ്ഡ് ഒബ്സർവർ ആയിരിക്കും. കുട്ടി ഒരു നിരീക്ഷണം മാത്രമായിരിക്കും. വെച്ചാൽ ഒളിച്ചേ കണ്ടേ കളിക്കുമ്പോൾ കൊച്ചിന് ഒളിക്കുന്നത് ഏത് കാണുന്ന ഏതാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആക്ഷനും നമ്മുടെ ചിരിയൊക്കെയാണ് പിള്ളേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നീടാണ് അവർ ആ ഒളിച്ചേ കണ്ടയാണെന്നും ആ ഗെയിം അവർക്ക് എന്താ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു 12 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആകുമ്പോഴാണ് പിള്ളേർക്ക് ഇത് ശരിക്കും ഒളിച്ചേ കണ്ടേ കളിച്ച് അവർ പിന്നെ ഒളിക്കും, നമ്മൾ കാണും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ തന്നെ ഒളിക്കും, നമ്മൾ തന്നെ കാണും. അപ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ ഓർത്താൽ മതി, ആദ്യം നമ്മളിങ്ങനെ ഒളിച്ചേ കണ്ടേ എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയാണ് കൊച്ചും കണ്ണും കൊണ്ടൊക്കെ കുഞ്ഞ് കൈയും കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് അവരും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒളിച്ചേ കണ്ടേ കളിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്, ബിക്കമിങ് എ കമ്മ്യൂണിക്കേറ്ററിൽ ആദ്യം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ നോക്കുന്ന ഡിറക്ഷനിലേക്ക് നോക്കുന്നതാണ് അവരുടെ ആദ്യത്തെ ഇത്. അതിനവരെ സഹായിക്കുന്നതാണ് ജോയിൻ്റ് അറ്റൻഷൻ. ജോയിൻ്റ് അറ്റൻഷനാണ് അവരുടെ ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ജോയിൻ്റ് അറ്റൻഷൻ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, അടുത്തതാണ് ജോയിൻ്റ് അറ്റൻഷനും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ലും കൂടെ കൂടുമ്പോഴാണ് കൊച്ചു കുറച്ചും കൂടെ ലാംഗ്വേജ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കളി കളിക്കുമ്പം എൻ്റെ കൊച്ച് അത് ശ്രദ്ധിക്കുകയും വേണം, അവനായി എൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ റെഡി ആവുകയും കൂടെ വേണം. ഇല്ല, ചില പിള്ളേരുണ്ടല്ലോ ഭയങ്കര മടിയാണ്, കളിക്കാനൊന്നും കൂടത്തില്ല, അവരിങ്ങനെ അവിടെ ഇരുന്നോളും. അങ്ങനെ ഇരിക്കുന്ന പിള്ളേർ ഒരിക്കലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ കളിക്കത്തില്ല, അവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തില്ല. അപ്പം ഈ ശ്രദ്ധിക്കുന്ന കുട്ടി, നമ്മുടെ കൂട്ടത്തിൽ കളിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും, അഡൽട്ട് അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾ ഈ DP പഠിക്കുമ്പോൾ മുഴുവനില്ലേ മിസ് ടെമ്പറമെൻറ്റ് പറയുന്നത് എപ്പോഴും ഓർക്കണം. ഒരു കൊച്ചിൻ്റെ ബേസിക് ടെമ്പറമെൻറ്റ് ആ കൊച്ചിൻ്റെ എല്ലാ എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കൊച്ച് ഭയങ്കര കളിച്ചിരിച്ച് നമുക്ക് പെട്ടെന്ന് കൂടാ ചിരിപ്പിക്കുന്ന കൊച്ചാണെങ്കിൽ എല്ലാവരും അതിനെ എടുക്കും, അതിന് അറ്റൻഷൻ കൊടുക്കും, എല്ലാവരും അതിൻ്റെ കൂട്ടത്തിൽ കളിക്കും, എല്ലാവരും അതിനോട് വർത്തമാനം പറയും. സോ ഇൻ എഫക്റ്റ് ആ കൊച്ചിൻ്റെ എക്സ്പീരിയൻസസ് കൂടിക്കൊണ്ടിരിക്കും. അതേസമയം ഒരു കൊച്ച് നമ്മൾ ഒരു ടോയ് എടുത്ത് കിലുക്കി കാണിച്ചു, ആ കൊച്ച് അത് നോക്കത്ത് പോലും ഇല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ നമ്മളിരുന്ന് കേൾക്കും, എന്നിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകും ഇല്ലേ. അപ്പം അതാണ് പറയുന്നത്, ജോയിൻ്റ് അറ്റൻഷനും സോഷ്യൽ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ആ കൊച്ചിന് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കും. കാരണം അഡൽട്ട് അറ്റൻഷനും എല്ലാം കൂടുതൽ കിട്ടും. ആൻഡ് പിന്നെ നമ്മൾ ഇവിടെ പറയുന്നതാണ്, നമ്മൾ 2 തരം കമ്മ്യൂണിക്കേറ്റീവ് ജെസ്റ്റേഴ്സ് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷനുള്ള അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള 2 ജെസ്റ്റേഴ്സാണ്. ഒന്ന് പ്രോട്ടോ ഡിക്ലറേറ്റീവും 2 പ്രോട്ടോ ഇമ്പറേറ്റീവും. 2 തരം കമ്മ്യൂണിക്കേറ്റീവ് ജെസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് പ്രോട്ടോ ഡിക്ലറേറ്റീവും 2 പ്രോട്ടോ ഇമ്പറേറ്റീവും. 20 മിനിറ്റ് ആയതുകൊണ്ട് മിസ് ഇത് അടുത്ത സെഷനിൽ പറയാം കേട്ടോ.